മനുഷ്യൻ രാവിലെ കണ്ണ് തുറന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എന്നും കുന്നും ഒരേ കാഴ്ച. അങ്ങനെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ഷുഗർ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് മക്കൾ നമുക്ക് എന്നും ഓട്സ് തരുന്നത് പോലെ അല്ല കർത്താവ് ചെയ്തത്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഓട്സ് കഴിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെയല്ല കർത്താവ്, സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതത് വൃക്ഷത്തിന് അതതിൻ്റെതായ ഫലമുണ്ടായിരുന്നു. കൺമാൻ ഭംഗിയുണ്ട്, തിന്മാൻ രുചിയുള്ളതായ വെറൈറ്റി ഫ്രൂട്ട്സും വെറൈറ്റി ആയിട്ടുള്ളതായ എല്ലാം സർവശക്തനായ ദൈവം മനുഷ്യന് അത്ര മാത്രം ദൈവം സ്നേഹിച്ചു, അത്രമാത്രം ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. എന്നിട്ട് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിന്മേൽ ഒരു ജീവിതം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. ദൈവം വെച്ച ഡിമാൻഡ് അതാണ്. അതുകൊണ്ടാണ് അവിടെ 2 വൃക്ഷമുണ്ട് എന്ന് മോശ എഴുതുവാനുള്ള കാരണം. നന്മ തിന്മകളുടെ തിരിച്ചറിയുന്നതായ വൃക്ഷമുണ്ട്. ദൈവം ആഗ്രഹിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ സൃഷ്ടിച്ചതായ എന്റെ സൃഷ്ടിയായ എന്റെ മകനായ ആദാം ഒരു കാരണവശാലും നന്മ തിന്മ എന്നതിന്റെ അടിസ്ഥാനത്തിന്മേല താൻ ഒരു ജീവിതം നയിക്കരുത്. പിന്നെയോ അവൻ നന്മ മാത്രം അറിഞ്ഞാൽ മതി. രണ്ടാമത് നന്മയുടെ ഉറവിടമായ ദൈവത്തെ മാത്രം അവൻ അനുസരിച്ചാൽ മതി. കാരണം അവൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, അപ്പോൾ തന്നെ നമ്മോട് ബഹുമാനവും നമ്മോട് സ്നേഹവും നമുക്ക് സമയവും നമ്മളുമായിട്ടുള്ളതായ ഫെലോഷിപ്പും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് സർവശക്തനായ ദൈവം ഏദനില് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ നന്മ തിന്മകളെ അറിഞ്ഞിട്ട്, എനിക്കറിയാം നന്മ എന്താണെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് മാതാപിതാക്കളോട് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം കാണുമായിരിക്കും. അമ്മ എനിക്കറിയാം എന്താണ് ശരിയെ, എന്താണ് തെറ്റ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയം വേദനിക്കുകയാണോ അതോ സന്തോഷിക്കുകയാണോ? നമുക്കറിയാം, അപ്പോഴേ നമ്മുടെ ഹൃദയം എല്ലാം കൊണ്ട് പൊടിയാൻ തുടങ്ങുമല്ലേ. നമ്മൾ ഒരിക്കലും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അനുസരണിക്കേണ്ട സമയത്ത് അവരെ കുറിച്ചുള്ള വാത്സല്യത്തിന്റെ സമയത്ത് അവർക്ക് അവരുടെ ഭാവിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ അവരുമായിട്ട് അടുത്ത് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ തിരിച്ചു പറയുകയാണ്, എനിക്കറിയാം എന്താണ് നന്ന് എന്താണ് തിന്മ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ നുറുങ്ങിപ്പോകും. നമ്മുടെ ഹൃദയം വല്ലാതെ വേദനിക്കും. ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല മനുഷ്യൻ തന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറയണം, എനിക്ക് കഴിവ് കിട്ടി, എനിക്കറിയാം എന്താണ് തിന്മ എന്താണ് നന്മ എന്നുള്ളതായ ആ മനോഭാവത്തോടു കൂടെ മനുഷ്യൻ ജീവിക്കരുത്. കാരണം തിന്മയെ ജയിക്കുവാൻ ആർക്ക് കഴിയത്തില്ല? മനുഷ്യന് കഴിയത്തില്ല. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ആർക്കും തിന്മയെ ജയിക്കാൻ കഴിയത്തില്ല എന്നുള്ളതായ ആ യാഥാർത്ഥ്യ ബോധം ആർക്കുണ്ടായിരുന്നറിയാമോ? ദൈവത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യനോട് ദൈവം പറഞ്ഞു, നന്മ തിന്മകളുടെ തിരിച്ചറിയുന്ന ആ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഒരു കാരണവശാലും തിന്നരുത്. അപ്പോഴത്തേക്കാണ് ദൈവത്തിന്റെ പ്രതിയോഗിയായ സാത്താൻ വന്നിട്ട് വളരെ വിദഗ്ധമായ രീതിയിൽ ഹവ്വായെ ഉപായത്താൽ ചതിച്ചിട്ട് പറയുന്നു, ഈ നന്മ തിന്മകളുടെ ഫലം തിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വല്ലതും പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞ കേട്ടോ നിങ്ങൾ നടന്നുകൊണ്ട് നമുക്ക് സ്വയമായിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യണ്ടേ? നമുക്ക് ഒരു ഐഡന്റിറ്റി വേണ്ടേ? നമുക്കും ദൈവത്തെ പോലെ ആകണ്ടേ? അതിനുള്ള ഉപായം ആരാ പറഞ്ഞു കൊടുത്തത്? ഹവ്വായിക്ക് ഉപായത്താൽ സാത്താൻ ഉപായത്താൽ ആരെ ചതിച്ചെന്നറിയാമോ? മനുഷ്യന് എന്ത് കിട്ടിയെന്നറിയാമോ? നന്മ തിന്മകളുടെ തിരിച്ചറിവ്, ആ കേപ്പബിലിറ്റി കിട്ടി. പക്ഷേ ദൈവത്തിൽ നിന്ന് മനുഷ്യന് അകന്നു പോകേണ്ടതായിട്ട് വന്നു. ദൈവം മനുഷ്യനെ ഏതിൽ നിന്ന് പുറത്ത്, കാരണം അങ്ങനെ ഒരു ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തോട് വിശ്വസ്തത കാണിക്കാതെ,
ദൈവത്തിന്റെ കർത്തൃത്വത്തിന്റെ കീഴില് ദൈവവുമായിട്ടുള്ള ആ പരിഭാവനമായ ബന്ധം കാത്തു സൂക്ഷിക്കാത്ത ഒരു ഐഡന്റിറ്റി ദൈവം ഒരിക്കലും മനുഷ്യരിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോസ്തലനായ പൗലോസൊക്കെ വെറും മണ്ടനായിട്ടല്ല, സർവശക്തനായ ദൈവം തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ മിനിസ്ട്രിയിൽ ഉപയോഗിച്ചപ്പെടുത്തേക്ക താന് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിച്ചാൽ മതിയെന്ന് മാറി മാറി പറഞ്ഞതിന്റെ കാരണം എന്നറിയാമോ? പൗലോസിന് അറിയാമായിരുന്നു, ക്രിസ്തുവിനോടുകൂടെ പറ്റിച്ചേർന്ന് നിന്ന് ഉള്ള ഐഡന്റിറ്റിയാണ് എന്റെ ഐഡന്റിറ്റി. എന്റെ നിലനിൽപ്പതാണ്, ദൈവവുമായിട്ടുള്ള എന്റെ കൂട്ടായ്മയാണ്, ദൈവവുമായിട്ടുള്ള എന്റെ വ്യക്തിപരമായ ബന്ധമാണ് എന്റെ അടിസ്ഥാനത്തെ ഉറപ്പിച്ചിരിക്കുന്നുള്ളതായ ആ യാഥാർത്ഥ്യം ദൈവഭക്തന്മാരായ ഏവർക്കും തിരിച്ചറിഞ്ഞവരെല്ലാം എന്തറിയാമോ? ദൈവത്തെ ഇന്ന് ആസാഫിന്റെ സങ്കീർത്തനം വായിച്ചതുപോലെ തന്നെ ഒത്തിരി സംശയങ്ങളും ഒത്തിരി ആകുലതകളും എല്ലാം വന്നു. പക്ഷേ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് ഏറ്റവും നന്ദി. ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇതിനിട്ടപ്പെടുത്തൊക്കെ ഞാനൊന്ന് വായിച്ചപ്പോ ആസാഫ് പറയാറുണ്ട്, ഞാൻ ഈ ഹൃദയത്തിൽ വന്നതൊക്കെ ഞാൻ അങ്ങ് വിളമ്പിയിരുന്നുവെങ്കിൽ ഞാൻ ഈ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. അവർ കേട്ടുപോയത് എന്റെ ഹൃദയത്തിൽ കടന്നു വന്നതായ ചിന്തകള്, വിചാരങ്ങള്, സംശയങ്ങള്, ആകുലതകള്, വേദനകള്, ഇതെല്ലാം കൂടെ ഞാന് അടുത്ത സഭായോഗത്തിന്, അതായത് അവൻ മ്യൂസിഷ്യനാണ്, ചീഫ് മ്യൂസിഷ്യനാണ്, ഇങ്ങനെ വലിയൊരു ടീമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അതിന്റെ മുൻപില് ലീഡറായിട്ട്, വർഷിപ്പ് ലീഡർ ഒന്നും അല്ല കേട്ടോ, ഈ പാട്ടുകളെ പാടുന്ന, അന്ന് ഞാൻ ഇതെല്ലാം കൂടെ അങ്ങോട്ട് വിളമ്പിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചില്ലെന്നറിയാമോ? എന്റെ ഹൃദയത്തിലുള്ള ചിന്തകളെല്ലാം കൂടെ ഞാൻ തലമുറയോട് ദ്രോഹം ചെയ്യാൻ പറഞ്ഞു. തലമുറയെ കുറിച്ചുള്ളതായ, അതെ, ദൈവത്തെ പിൻചെല്ലേണ്ട ഒരു തലമുറയെ കുറിച്ചുള്ളതായ തന്റെ ഹൃദയത്തിന്റെ ആ വലിയ ഭാരമാണ് തന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ അടക്കി വെച്ചത്. എന്റെ കേൾക്കുന്ന മാതാവേ, എന്റെ കേൾക്കുന്ന പിതാവേ, ഒരു തലമുറയെ കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടെങ്കിൽ വളർന്നു വരുന്ന തലമുറകളെ നോക്കിക്കൊണ്ട് ഈ തലമുറകൾ ദൈവത്തെ സേവിക്കണം, എന്റെ മക്കൾ ദൈവത്തെ സേവിക്കണം, എന്റെ മക്കള് അല്ല എന്റെ ആത്മീയ സന്തതികൾ ദൈവത്തെ സേവിക്കണം എന്നുള്ളതായ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടുവയ്ക്കില്ല. ഓർത്തുകൊള്ളണം, നമ്മുടെ വായിൽ വരുന്നതായ വാക്കുകൾക്കോ അതുപോലെ വിളമ്പാനോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് നമുക്കൊരു മാതൃകയാകാനോ ഒരിക്കലും സാധിക്കത്തില്ല. അതാണ് 73-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. താൻ പറയാകുന്നു, ഞാൻ ഇതൊക്കെ വിളമ്പിയിരുന്നുവെങ്കിൽ, ഇതൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ തലമുറയോട് ഞാൻ ദ്രോഹം ചെയ്യുമായിരുന്നു. ഇന്ന് പ്രഭാതത്തിന്റെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ IPC എടത്വാ ടൗൺ ചർച്ചിൽ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ, മാതൃകപരമായ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ നാം നമ്മെ തന്നെ സൂക്ഷിച്ചേ മതിയാവൂ. ഒരു ദിവസം നിങ്ങൾക്കറിയാമോ, വളരെ വേദനാജനകമായ ഒരു ചോദ്യം ഒരു മാതാവിനോട് ഒരു ചർച്ചിലെ അവരാണ് ഞങ്ങളോടൊന്ന് പറഞ്ഞത്. അമ്മ, ഈ അങ്കിള് ബന്ധുക്കോസുകാരനല്ലേ? പക്ഷെ ഞങ്ങൾ കണ്ടല്ലോ സിഗരറ്റ് വലിക്കുന്നത്. ആ കുഞ്ഞ് തന്റെ മാതാവിനോട് പറഞ്ഞ, മാതാവാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞത്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഈ തലമുറയിൽ എങ്ങനെ ദൈവത്തിനു വേണ്ടി വേർതിരിയപ്പെടും? നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടേതായ ജീവിത ശൈലി സസൂക്ഷ്മം ആരാണ് ശ്രദ്ധിക്കുന്നതെന്നറിയാമോ? നമ്മുടെ തലമുറകൾ ശ്രദ്ധിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സസൂക്ഷ്മം ഓരോ കാര്യങ്ങൾ അവര് വീക്ഷിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ, ആ സഭന് അറിയാമായിരുന്നു, അവിടെ ഞാൻ പരാജയപ്പെട്ടാൽ അത് ഞാൻ ആരോട് ചെയ്ത ദ്രോഹം എന്നറിയാമോ? തലമുറയോട് ചെയ്ത ദ്രോഹമാണ്. അതുകൊണ്ട് ആസാഫ് എന്ത് ചെയ്തു? എല്ലാ ഭാരവുമായിട്ട് എവിടെ പോയി? ദൈവത്തിന്റെ അടുക്കൽ, ആലയത്തിലേക്ക് ഓടി.
ഭാരം വരുമ്പോൾ ആലയത്തിൽ നിന്നും മാറി നിൽക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നത്, സംശയങ്ങൾ വരുമ്പോൾ ആലയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ന് ആ ഭക്തനായ മനുഷ്യൻ തന്റെ ഭാരവുമായിട്ട് എങ്ങോട്ട് ഓടിയെന്നറിയാമോ? ആലയത്തിലേക്ക് ഓടി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എത്ര ഭാരങ്ങളും സംശയങ്ങളും വേദനകളും എന്തെല്ലാം കടന്നു വന്നാലും അതെല്ലാം കൂടെ തലമുറയുടെ മുമ്പിലല്ല, അവർക്ക് പ്രകോപിപ്പിക്കാത്ത രീതിയിൽ, അവർക്ക് സംശയം ചെലുക്കാത്ത രീതിയിൽ, അവർക്ക് സംശയം ഉളവാക്കുന്ന രീതിയിൽ, അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന രീതിയിൽ, ദൈവം ഏതോ വലിയ ക്രൂരനാണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതായ ആ രീതിയിലുള്ളതായ ഒരു മനോഭാവം അവരിൽ വളർത്തിയെടുക്കാതെ ലെറ്റ് ദം സീ, അവർ കാണട്ടെ. മാതാവും പിതാവും നമ്മളുടെ മുതിർന്നവരും ജീവിതത്തിലെ ഭാരങ്ങളുടെ നടുവിൽ ദൈവസന്നിധിയിൽ നിലമ്പാട് കിടക്കുന്ന കരയുന്നത് നമുക്കറിയാമല്ലോ. എത്രയോ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്റെ അമ്മയുടെ കരച്ചിൽ, എന്റെ അപ്പന്റെ നിലവിളി, രാവിലെ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ പ്രാർത്ഥന, എത്രയോ സാക്ഷികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇന്നൊരു പകൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം: എന്നെ മാതൃകയാക്കുവാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ തലമുറയ്ക്ക് ഞാനൊരു മാതൃകയാണോ? ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ, ഒരു തലമുറ ദൈവത്തിലേക്ക് അടുക്കത്തക്ക രീതിയിൽ ഒരു ജീവിത ശൈലി വാർത്തെടുക്കണമെന്ന് എനിക്കും നിങ്ങൾക്കും താല്പര്യമുണ്ട് എങ്കിൽ ഓർത്തുകൊള്ളണം, ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും, എത്ര ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും അവർ കാണണം നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ വിശ്വസ്തത, നമ്മുടെ സമർപ്പണം. നമ്മുടെ തലമുറകളെ കാണട്ടെ. നമ്മൾ ഇതിലേക്ക് ഞാൻ മടങ്ങി വരട്ടോ. മനുഷ്യൻ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നു. അവൻ നല്ലത് ഏതാ തീയതെന്ന് അവനും അറിയാം. ദൈവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം ഇനിയും മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് എന്നേക്കും ജീവിക്കുവാൻ പാടില്ല. ദൈവത്തെ തീരുമാനമാണ്, പാടില്ല. അതിനെന്ത് ചെയ്തു? കെരൂബുകളെ വെച്ചു, വഴി അടച്ചു. സത്യം പറഞ്ഞാൽ ആദവും ഹവ്വായും എന്നും ആഗ്രഹിച്ചൊരു കാര്യമുണ്ടായിരിക്കണം. തിരിച്ച് ഈ വഴിയൊന്ന് തുറന്നു കിട്ടിയിരുന്നുവെങ്കിൽ ഈ കെരൂബുകള്, ഈ വാൽ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഈ കെരൂബുകളൊന്നും മാറിക്കിട്ടിയിരുന്നുവെങ്കില ഞങ്ങൾക്ക് എവിടെ പോകാമായിരുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്നിട്ട് മാപ്പപേക്ഷിക്കാമായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്നിട്ട് ഞങ്ങൾക്ക് അത് ദൈവത്തോട് ആ പഴയ കൂട്ടായ്മ ആചരിക്കാമെന്ന് അവർ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം മാറ്റിയില്ല. പല കാലസമ്പൂർണ്ണ വന്നപ്പോൾ കന്യക മറിയാമിന്റെ ഉദരത്തിൽ ആര് ജനിച്ചെന്നറിയാമോ? യേശു ജനിച്ചു. കാലസമ്പൂർണതയിൽ തന്റെ പുത്രനെ ഈ തണഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി? ഒരു മടങ്ങി വരവിന്. ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റുക. ദൈവം അടച്ചിട്ടതായ വാതിൽ, ഊരിപ്പിടിച്ചിരിക്കുന്ന വാളുമായി നിൽക്കുന്ന കെരൂബുകളെ മാറ്റിക്കൊണ്ട് ഒരു വഴി തുറക്കുവാൻ, മനുഷ്യന് തന്നിലേക്ക് അടുത്ത് കടന്നു വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം വിഭാവന ചെയ്ത രക്ഷകരമായ പദ്ധതി, ഗുഡ് ന്യൂസിന്റെ പ്രത്യക്ഷമായ അടയാളമായിരുന്നു. ആരെന്നറിയാമോ? യേശു. യേശു വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ ഒന്ന് ഓർത്തുകൊട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ. എന്നേക്കും ജീവിക്കും എന്നുള്ളതായ ആ വാർത്ത കേട്ടാൽ, ആ സന്ദേശം കേട്ടാൽ അന്നത്തെ യഹൂദ മുഴുവനും ഉണ്ടല്ലോ നടുകണമായിരുന്നു. കാരണം അവർക്ക് തിരുവെടുത്തറിയാം. മോശ മുഖാന്തരം എഴുതിയതായ ഈ പഞ്ചതന്ത്രം അവർ ദിനംതോറും വായിക്കുന്നവരാ. ഏതെനിൽ നടന്നതായ സംഭവത്തെ എല്ലാ യഹൂദ കുഞ്ഞുങ്ങൾക്കും മനഃപ്പാടമാ. അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു എന്നേക്കും ഒരു വഴി അടച്ചിട്ടിരിക്കുക.
ജീവ വൃക്ഷത്തിന്റെ ഫലം, അതായത് മനുഷ്യൻ ഇനിയും എന്നേക്കും ജീവിക്കാൻ പാടില്ല. നിത്യ ജീവന്റെ അവകാശിയാകുവാൻ മനുഷ്യന് പാടില്ല. എന്നാൽ ആ ജീവവൃക്ഷത്തിന്റെ ആ ഫലവുമായിട്ട്, അല്ലെങ്കിൽ ആ ദൈവത്തോടുള്ളതായ ആ ദൈവത്തിലേക്കുള്ള മടങ്ങി വരവിന് ആവശ്യമായ ആ വഴി തുറക്കുവാൻ, എന്നേക്കും ജീവിക്കുവാൻ മുഖാന്തരമായിരുന്ന ആ ജീവനുമായിട്ട് ആര് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്നറിയാമോ? യേശു താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് യേശു അതിനെ എങ്ങോട്ട് കണക്ട് ചെയ്തെന്നറിയാമോ? കർത്താവിന്റെ മേശയിലേക്ക് കണക്ട് ചെയ്തു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ, അവൻ എന്നോടും ഞാൻ അവനോട് കൂടെ വസിക്കും. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അർത്ഥാൽ കർത്താവിന്റെ മേശയിൽ നമ്മൾ ഭക്ഷിച്ചു പാനം ചെയ്യുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അത് എന്നേക്കുമായി അടഞ്ഞു കിടന്നതായ ആ നിത്യ ജീവന് പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം അടഞ്ഞു കിടന്നതായ ആ വാതിൽ ക്രിസ്തു മുഖാന്തരം എനിക്ക് തുറന്നു തന്ന് ആ ജീവൻ എന്റെ മേൽ പകർന്ന് ആ ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് വേണം ഈ മേശയിൽ നിന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുവാൻ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ഓർക്കേണ്ടത്?